വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് നൈറ്റ് ഔട്ട് ടോക്കീസ്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ശ്രീകുട്ടൻ. വെൽക്കം ടു നൈറ്റ് ഔട്ട് ടോക്കീസ്. ബുക്ക് മല്ലു എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ അറിയപ്പെട്ട ശ്രീകുട്ടനാണ് ഇന്ന് വന്നേക്കുന്നത്. ശ്രീകുട്ടൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇങ്ങനെ. എൻ്റെ പേര് ശ്രീകുട്ടൻ എന്നാണ്, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയില്ല. ബുക്ക് മല്ലു എന്ന് തന്നെ പറയണം. നിലവിൽ ഇൻസ്റ്റഗ്രാമിൽ ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു ബുക്ക് ഷോപ്പുണ്ട്, പിന്നെ ടീച്ചറാണ് ഞാൻ. പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഞാനിപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ട്യൂഷൻ എടുക്കുന്നത്. അതായത് മലയാളം അറിയാത്ത മലയാളികളായിട്ടുള്ള പാരൻസിൻ്റെ കുട്ടികൾക്ക് മലയാളം ഓൺലൈനായിട്ട് എടുക്കുന്നൊരു സംവിധാനമാണ്. ആദ്യം എങ്ങനെയാണ് ബുക്സിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ? അതൊരു കോമഡിയാണ് കാര്യം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ബാലരംഗം പോലും വായിച്ചിട്ടില്ല. കോളേജിലേക്ക് വന്നപ്പോൾ ഒരു ക്രഷ് ഉണ്ടായി. ക്രഷിൻ്റെ അമ്മ മലയാളം ടീച്ചറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയോട് സംസാരിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ബുക്ക് വായിക്കുന്നത്. സ്റ്റോറി അങ്ങനെയാണ് ബുക്ക് വായിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റിലേഷൻഷിപ്പിലായി. ബുക്ക് മല്ലു എന്ന പേജ് അപ്പോഴും തുടങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ തേച്ചെന്ന് പറയാൻ പറ്റില്ല, പുള്ളിക്കാരി ബെറ്റർ ആയിട്ടുള്ള ചൂസ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരിനെയും പുള്ളിക്കാരത്തിൻ്റെ ബോയ് ഫ്രണ്ടിനെയും സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും അക്കൗണ്ട് തുടങ്ങുന്നത്. പിന്നെ മടുത്തപ്പോഴത്തേക്ക് അതിങ്ങനെ ബുക്ക് താനെ ഇങ്ങനെ വന്നു. അതാണ്. ഏതായിരുന്നു ആദ്യം വായിച്ച ബുക്ക്? ആദ്യം വായിച്ച ബുക്ക് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങളായിരുന്നു. പിന്നെ അങ്ങോട്ട് അത്യാവശ്യം മലയാളത്തിലെ ബുക്കുകൾ വായിച്ചു തുടങ്ങി. എല്ലാം മലയാളത്തിൽ തന്നെയാണോ വായിക്കുന്നത്? കൂടുതൽ എനിക്ക് കംഫർട്ടബിൾ മലയാളമാണ്. ഇംഗ്ലീഷും വായിക്കാറുണ്ട് വളരെ ലൈറ്റായിട്ട്. എന്നാലും കൂടുതലും വായിക്കുന്നത് മലയാളത്തിലെ പുസ്തകങ്ങൾ തന്നെയാണ്. പുറത്തുള്ള പുസ്തകങ്ങളുടെ ട്രാൻസ്ലേഷൻ മലയാളത്തിലുള്ളത് വായിക്കും. ആദ്യത്തെ ഒക്കെ ഇങ്ങനെ എന്താ സെയിങ്സും കോട്ട്സും അതൊക്കെ ആയിരുന്നല്ലേ ബുക്ക് മല്ലു പേജിൽ? ആദ്യമൊക്കെ അതായിരുന്നു. എനിക്ക് ശരിക്കും ഇങ്ങനെ പുസ്തകങ്ങളെ കുറിച്ച് സംസാരിച്ച് അന്ന് റീൽസ് ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നില്ല. അന്ന് റീൽസ് ചെയ്യുന്നൊരു സാധനം തന്നെ ഉണ്ടായിരുന്നില്ല. ടിക്ടോക്കിൻ്റെ സമയമായിരുന്നു. അന്ന് എനിക്ക് ടിക്ടോക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരുന്നു 2017-18 ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു ഇത്രയും നല്ല പരിപാടിയാണെന്ന്. ഞാൻ വെറുതെ ഒരു ദിവസം ഒരു മാസ്ക് ഒക്കെ വെച്ച് ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു ബുക്കിൻ്റെ റിവ്യൂ വെറുതെ പറഞ്ഞു. അന്ന് എനിക്ക് 200-250 ഫോളോവേഴ്സേ ഉള്ളൂ. പക്ഷേ ആ ഒറ്റ വീഡിയോ ഒരു 25,000 വന്നു. 200 ഫോളോവേഴ്സിൽ 25,000 വ്യൂസ് വരുന്നത് ഭയങ്കര കാര്യമായിരുന്നു വന്ന്. അപ്പോൾ കൊള്ളാൻ പരിപാടി. വെറുതെ ഇരുന്ന് പുസ്തകത്തെക്കുറിച്ച് കത്തി വെച്ച് കഴിഞ്ഞാൽ ഫോളോവേഴ്സും കയറുന്നുണ്ട്, വ്യൂസും വരുന്നുണ്ട്, നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ഗ്രാജുവലി ബുക്ക് മല്ലു എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നതാണ്. ആദ്യമൊക്കെ റിവ്യൂസ് ആയിരുന്നല്ലേ? അത് കോവിഡിന്റെ സമയമായിരുന്നു. അപ്പൊ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ അതോ ജസ്റ്റ്? കോവിഡിന്റെ സമയത്ത് വീട്ടിൽ സ്റ്റക്കായി പോയി. അപ്പം പിന്നെ വായിക്കുക, ഫോണിൽ കളിച്ച് മടുത്ത്. ആദ്യത്തെ കുറേ നാൾ ഒരു വർഷമൊക്കെ ഫോണിൽ തന്നെയായിരുന്നു. പിന്നെ മടുത്തപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി, ഞാനും തുടങ്ങി. പക്ഷേ എൻ്റെ യൂട്യൂബ് മാത്രം ആരും കണ്ടില്ല. അപ്പോൾ ഞാൻ നേരെ ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നു. അങ്ങനെ ഇൻസ്റ്റയിൽ ഈ പറഞ്ഞ നമുക്ക് കോവിഡ് ടൈമിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വായിച്ചു തുടങ്ങി. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് റീൽസ് ചെയ്തു തുടങ്ങി. ആദ്യം എഴുതിയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ എഴുതിയിടുന്നതിനേക്കാൾ കൂടുതൽ ഒരാൾ വർത്തമാനം പറയുമ്പോഴാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അത് ക്രാക്ക് ചെയ്ത് അതിലേക്ക് പോയി. പറഞ്ഞില്ലേ ഇങ്ങനെ വായിക്കാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൂട്ടത്തിലായിരുന്നു എന്ന്. അത് പിന്നെ എപ്പോഴാണ് ഒരു പാഷനായി മാറിയത് ബുക്സ്? അത് വേറെ വഴിയൊന്നുമില്ല. നമുക്ക് ഇപ്പം നമ്മൾ ഡിപ്രഷനിലേക്ക് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു തേപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഡിപ്രഷനിലേക്ക് പോകുമായിരിക്കും. ഞാനും പോയി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. പിന്നെ കൊറോണയും കൂടി വന്നു, വേറെ പുറത്ത് പോകാൻ പറ്റത്തില്ല. അപ്പം നോക്കുമ്പോൾ വീട്ടിൽ പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് പുസ്തകങ്ങൾ. അങ്ങനെയാണ് ബുക്സിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 400-450 പേജുള്ള പുസ്തകങ്ങൾ നമ്മൾ 2 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്നു. വർഷങ്ങളായിട്ട് നമ്മൾ വീട്ടിലിരുന്ന പുസ്തകങ്ങൾ നമ്മൾ തുറന്നു നോക്കാത്ത പുസ്തകങ്ങൾ വായിച്ചപ്പോൾ രസമുണ്ട്. സിനിമ കാണുന്ന പോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കുന്ന രസമുണ്ട്. സിനിമ കണ്ടും എടുക്കുമ്പോൾ പുസ്തകം വായിക്കുന്നു. ആ ഒരു ഇതിലേക്കാണ് വായന വന്നത്. സ്കൂളിലൊന്നും അങ്ങനെ വായിക്കാത്തതുകൊണ്ട് പുസ്തകം വായിക്കുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു പുസ്തകം കംപ്ലീറ്റ് ചെയ്തപ്പോൾ കൊള്ളാം, അങ്ങനെയാണ് വായനയിലേക്ക് വരുന്നത്. പിന്നെ എങ്ങനെയാണ് ആ കണ്ടന്റ് ജേർണി പ്രോഗ്രസ് ചെയ്തത്? ആദ്യം ഞാൻ കോട്ട്സ് മാത്രം എഴുതിയിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എഴുതിയിടാൻ തുടങ്ങി. എഴുതിയിട്ടിട്ട് റീൽസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ മാസ്ക് വയ്ക്കുക, കണ്ണട വയ്ക്കുക, കൂളിംഗ് ഗ്ലാസ്. ഞാനാണെന്ന് അറിയാൻ പറ്റരുത്, എന്നാൽ ചെയ്യണം എന്നൊരു രീതിയിലാണ്. ഇൻട്രോവേർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം അതും റീച്ച് കുറഞ്ഞ് തുടങ്ങിയെന്ന് തോന്നിയപ്പോഴത്തേക്ക് ട്രോൾസിലേക്ക് വന്നു, ബുക്ക് ട്രോൾസിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു ഒരു നല്ല ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത് റാം കെയർ ഓഫ് ആനന്ദി ഒരിക്കലൊക്കെ ഹിറ്റായ സമയത്ത് അതിനെതിരെ ഒരു ട്രോൾ ചെയ്തു. അത് അത്യാവശ്യം 4 മില്യന് പുറത്തു പോയി, വ്യൂസ് 4 മില്യന് പുറത്തു പോയി. അപ്പം കൊള്ളാം, നല്ല പരിപാടി. പിന്നെ അങ്ങോട്ടൊരു 6 മാസത്തേക്ക് ട്രോൾസ്. അങ്ങനെ ഓരോ ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ട്രോൾസ് ചെയ്യാറില്ല. ഇപ്പോൾ ബുക്ക് റിവ്യൂസും അങ്ങനത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമേ ചെയ്യാറുള്ളൂ. ട്രോൾസ് എന്ന് പറയുമ്പം എന്തായിരുന്നു ഉദ്ദേശിച്ചത്? അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് തോന്നും, ചിലപ്പോൾ ബാക്കി ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവരും അടിപൊളിയാണെന്ന പുസ്തകം പിന്നെ നമുക്ക് അടിപൊളി അല്ലാന്ന് പറയാൻ പറ്റില്ല. ഏത് സിനിമയിൽ ഫത്ത് ഫാസിൽ പറയുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഈ ട്രെൻഡിന് മാറി സഞ്ചരിക്കും. എല്ലാവരും കൊള്ളാമെന്ന് പറയുന്ന പുസ്തകങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ. പിന്നെ ചില ക്യാരക്ടേഴ്സ് ഭയങ്കര ഫണ്ണി ആയിരിക്കും. പിന്നെ റീഡേഴ്സിന് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കണ്ടൻസ് ഉണ്ട്. അതായത് വെറുതെ ഇരുന്ന് പുസ്തകം വായിക്കുമ്പോൾ ഒരു പേജ് വായിക്കുമ്പോൾ പുറകിൽ നിന്ന് ആൾക്കാരെ വിളിക്കുക,
അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റുകൾ കണ്ടിന്യൂസ്ലി ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് ട്രോൾസിൻ്റെ ഒരു സാധനം എന്ന് പറയുന്നത്. ഒരു 3 ബുക്ക് പറയോ ട്രോൾ ചെയ്ത്? ഇഷ്ടംപോലെ ചെയ്തു. ഓക്കെ, ഒന്ന് റാംകീർ ഓഫ് ആനന്ദി, ഒരിക്കൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഇത് മൂന്നും ഇൻസ്റ്റാഗ്രാമിലൊരു സമയത്ത് ട്രെൻഡായിരുന്നു. ആ സമയത്ത് മറ്റേ ഹാർഷിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ 3 ബുക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇത്രയേ ഉള്ളൂ വീഡിയോ. അത് അത്യാവശ്യം 4 മില്യൺ പുറത്തു പോയി. അതുപോലെ തന്നെ എം മുകുന്ദൻ്റെ ക്യാരക്ടേഴ്സ് ഭയങ്കര ശോകമാണ് എപ്പോഴും. അപ്പോൾ ഒരാൾ മമ്മൂട്ടി ആരോ കരയുന്നൊരു ഇത് കൊടുത്തിട്ട് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എല്ലാ മുകുന്ദൻ്റെ ക്യാരക്ടേഴ്സും ഇതേപോലെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം. പിന്നെ ഷോ കാണിക്കാൻ വേണ്ടി ബുക്കിൻ്റെ ഫോട്ടോ മാത്രമായിട്ട് ബുക്ക് വായിക്കാത്ത ആൾക്കാർ, അങ്ങനെ ആ സമയത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു. ഇപ്പം എന്ത് തോന്നുന്നു അങ്ങനെ ആ വീഡിയോസിനെ പറ്റിയിട്ടൊക്കെ ട്രോൾസ് ഒക്കെ ചെയ്ത്? ശരിക്കും ഇപ്പം തോന്നുമ്പോൾ റിഗ്രറ്റ് ഉണ്ട്. അത്രയും ഷോക്കായിരുന്നത്. അതായത് ഇപ്പോൾ കഷ്ടപ്പെട്ട ഒരാൾ എഴുതിയ പുസ്തകത്തെ കളിയാക്കുക ഭയങ്കര വിഷമമില്ലേ അത്. പിന്നെ ആ സമയത്ത് നമുക്കും വലിയ പക്വതയില്ലല്ലോ. നമ്മളിതിലേക്ക് വരുന്ന സമയമാണ്, ഇതിൻ്റെ സീരിയസ്നെസ് അറിയില്ല, ഒരു പുസ്തകം പുറത്തിറക്കുന്നതിനുള്ള കഷ്ടപ്പാട് അറിയില്ല, നമുക്ക് വെറുതെ ട്രോൾ ചെയ്യാൻ മതിയല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ അതാണ് ഞാൻ ട്രോള് കൂടുതലും ചെയ്യാറുണ്ട് എന്തിനും ഫണ്ണായിട്ട്, വളരെ ഫണ്ണായിട്ട് തോന്നുമെങ്കിൽ മാത്രം. പിന്നെ ഇപ്പം ഞാൻ ആലോചിക്കും, അന്ന് ട്രോൾ ചെയ്ത പുസ്തകങ്ങളുടെ ഓതേഴ്സൊക്കെ ഇനി എങ്ങനെയാണ് അവരുടെ മുഖത്ത് നോക്കിയാൽ, അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്, എന്നാലും ഒരു വിഷമമുണ്ട് ഇപ്പോൾ കാണുമ്പോൾ. അന്ന് പിന്നെ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ ട്രോൾ ചെയ്ത ബുക്ക് ഏതെങ്കിലും പിന്നെയും വായിച്ചപ്പം എന്താ മൈൻഡ് മാറിയിട്ടുണ്ടോ ആ ബുക്കിന്? ഇല്ല, അങ്ങനെ മാറി. ഈ ബുക്ക് ട്രോൾ ചെയ്യാൻ ഉദ്ദേശിച്ച കോണ്ടന്റിനെ, ബുക്കിൻ്റെ അകത്തുള്ള കോണ്ടന്റിനോ അവരുടെ റൈറ്റേഴ്സിനെ ട്രോൾ ചെയ്യുന്നതല്ല, എന്തെങ്കിലും ഇൻസിഡൻറ്റോ ട്രെൻഡിനെയൊക്കെ ആയിരിക്കും ട്രോൾ ചെയ്യുന്നത്. അങ്ങനെ റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല. ആ സമയത്ത് അത് അത്യാവശ്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ട്രോൾസ് കഴിഞ്ഞ് ജേണി ആയിരുന്നല്ലോ. ട്രോൾസ് കഴിഞ്ഞിട്ട് പിന്നെ ബുക്ക് റിവ്യൂസ് ചെയ്തു തുടങ്ങി. വന്നിരിക്കുന്നു, ആധികാരികമായിട്ടും ഭയങ്കര ലാംഗ്വേജൊക്കെ ഉപയോഗിച്ച് ചെയ്തു തുടങ്ങി. അതും കുറച്ച് നാൾ അതുകൂടി. പിന്നെ കുറച്ച് ഫണ്ണായിട്ട് ബുക്ക് റിവ്യൂസ് ചെയ്തു തുടങ്ങി. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ ബുക്ക് സ്പോട്ടുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പാളയത്തെ ബുക്ക് സ്ട്രീറ്റ് ഉണ്ട്, പിന്നെ ബുക്ക് മാർക്ക് കഫേ, അണ്ടർ ദ മാംഗോസ്റ്റീൻ, കേരള ബുക്ക് സ്റ്റോർ, പിന്നെ ലൈബ്രറികൾ, സെൻട്രൽ ലൈബ്രറി, യൂണിവേഴ്സിറ്റി ലൈബ്രറി, അങ്ങനെ ആ ലൈബ്രറിയിൽ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം, നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കിട്ടും, അങ്ങനെ ഇപ്പോൾ ഒരു 7-8 സ്പോട്ട് ട്രിവാൻഡ്രത്ത് കവർ ചെയ്തു. അതാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രിവാൻഡ്രത്തെ ബുക്ക് സ്പോട്ടുകൾ. ഈ റിവ്യൂസൊക്കെ ചെയ്യുമ്പം അതിന് എങ്ങനെയാണ് റെസ്പോൺസ് ഒക്കെ വന്നിരിക്കുന്നത്? അത് സിനിമകളെ പോലെ തന്നെയാണ്. അതായത് നമ്മളൊരു ഇപ്പോൾ സിനിമ റിവ്യൂ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ടൈം വേണം ബുക്ക് വായിച്ച് റിവ്യൂ ചെയ്യാൻ. അത് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ സിനിമ കണ്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ബുക്ക് അങ്ങനെ വായിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സിനിമ ഒരുവിധം നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തേ ഉള്ളൂ. പക്ഷേ ഒരു ബുക്ക് അങ്ങനെയല്ല. ഇപ്പം ഞാൻ വായിച്ച അതേ ബുക്ക് ബ്രോ വായിച്ചു കഴിഞ്ഞാൽ ബ്രോയ്ക്ക് വേറെ അഭിപ്രായമായിരിക്കും, എനിക്ക് വേറെ അഭിപ്രായമായിരിക്കും. അപ്പോൾ നമ്മുടെ 2 അഭിപ്രായങ്ങൾ ചിലപ്പോൾ മീറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് ട്രോള് കിട്ടും, നമ്മളെ ചീത്ത വിളിക്കും. പിന്നെ പഴയ എഴുത്തുകാരുടെയൊക്കെ ഡൈഹാർട്ട് ഫാൻസൊക്കെ വന്നിട്ട് നീ പറയാൻ ആരാണ്, നിനക്ക് എന്താ ക്വാളിറ്റി ഉണ്ട്, അവരെത്ര കാലം ഉണ്ടെന്നറിയോ. പിന്നെ പുതിയ എഴുത്തുകാരെ വന്നിട്ട് സെൻഡ് അടിക്കും, എടാ ഇങ്ങനെ ചെയ്യാമോ, കഷ്ടപ്പെട്ട് എഴുതിയ ബുക്കല്ലേ. അത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ 2 ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ത് രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്? എനിക്കോ, ഒന്ന് ഈ പറഞ്ഞ ട്രോളിൻ്റെ ഇത് കൂടിയപ്പോഴത്തേക്ക് ഇപ്പം ഒരേ ബുക്ക് തന്നെ പല രീതിയിൽ ട്രോൾ ചെയ്യപ്പെടില്ല. അപ്പം കോണ്ടന്റ് ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക, ആ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ. നെഗറ്റീവ് ഫീഡ്ബാക്ക് റിവ്യൂ ചെയ്യുന്നതിൽ കിട്ടിയിട്ടുണ്ട്. കാര്യം കുറേ റിവ്യൂസ് ഉണ്ട് ബുക്ക് റിലേറ്റഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അത് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതിപ്പോൾ ഓതേഴ്സിനായാലും പബ്ലിക്കേഷനായാലും നമ്മളൊരു ബുക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ബുക്കുകളാണല്ലോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്കത് സഹിക്കത്തില്ല, അവരുടെ ബുക്കാണല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ഒരു സമയത്ത് വരുമായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ബുക്കുകളുടെ റിവ്യൂ ചെയ്യുന്ന നിർത്തും. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ബുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നിനും ആ ഓതറിനെ വിളിച്ച് പറയും, ബ്രോ എനിക്ക് വർക്കായില്ല സർ, എനിക്ക് വർക്കായിട്ടില്ല, ഇത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ തോന്നി. ഇപ്പം പേഴ്സണലായിട്ട് വിളിച്ച് പറയും. മുന്നേ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, ചാടി കയറിയത് എനിക്ക് ഇഷ്ടമായില്ല, ഇത് അഴുക്ക് ബുക്കാണ്. ഇപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ ഓപ്പണായിട്ട് പറയില്ല, അവർക്ക് പേഴ്സണലി പറയും. അതാണ് ഇപ്പോൾ ചെയ്യുന്നൊരു സാധനം. കമൻറ്റ് സെക്ഷൻ എങ്ങനെയാണ്? എൻ്റെ ഫോളോവേഴ്സ് കൂടുതലൊരു ഫൺ വൈബ് ഇഷ്ടപ്പെടുന്ന ഫോളോവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് സെക്ഷൻ എപ്പോഴും ഫണ്ണി ആയിരിക്കും. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഫൺ പറഞ്ഞാൽ അതിന് ഇരട്ടി ഫൺ അവർ പറയും. പിന്നെ സീരിയസ് ആയിട്ട് പറയുന്ന കമൻറ്റ്സും ഉണ്ട്. ഞാൻ നെഗറ്റീവ്സ് കമൻറ്റ്സ് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല, ഞാൻ ലൈക്ക് ചെയ്യും. അവർ 5-6 മിനിറ്റ് എടുത്ത് കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്തായിരിക്കും, ഞാൻ ലൈക്ക് ചെയ്ത് അടിപൊളി ബ്രോ, കീപ് ഇറ്റ് അപ്പ്. എഫക്റ്റ് ചെയ്യാറുണ്ടോ നെഗറ്റീവ് ഈ കമൻറ്റ്സ്? വീഡിയോ റീച്ച് ആവാൻ ഏറ്റവും നല്ലത് എനിക്ക് മനസ്സിലായത് നെഗറ്റീവ് കമൻറ്റ്സ് ആണ്. വീഡിയോ റീച്ച് അപ്പം ഒരു ആവറേജ് റീച്ച് ഇപ്പോൾ 25K ആണെങ്കിൽ നെഗറ്റീവ്സ് കമൻറ്റ്സ് കൂടുതൽ വന്നാൽ ചിലപ്പോൾ അത് ഒരു 100K അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് പൊക്കോളും. അപ്പം എന്നെ സംബന്ധിച്ച് നെഗറ്റീവ്സ് പറയുന്നതാണ് വീഡിയോയ്ക്കും നമ്മുടെ റീച്ചിന് നല്ലത്. പിന്നെ പോസിറ്റീവ്സ് എന്താണ് സോഷ്യൽ മീഡിയയിൽ
ഇട്ട് തുടങ്ങി ഈ ബുക്ക് മല്ലു എന്നുള്ള രീതിയിൽ അറിയപ്പെട്ട് കഴിഞ്ഞ്? എൻ്റെ പേര് ശ്രീകുട്ടൻ എന്നാണ്, പക്ഷെ എന്നെ ഒരു പരിചയപ്പെട്ട ആർക്കും അങ്ങനെ എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ശ്രീകുട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കും, ശരിക്കുള്ള പേരെന്താ എന്ന് ചോദിക്കും. അപ്പം ആദ്യം ശ്രീകുട്ടൻ എന്ന് പറയുമ്പോൾ ശരിക്കുള്ള പേരെന്താന്ന് പറയും. ഞാൻ പറയും ഇത് തന്നെയാണ് പേരെന്ന് പറയും. അപ്പം ആ ഒരു ഈ ബുക്ക് വായിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് എന്നെ അറിയാം. പിന്നെ എനിക്ക് ഈ പറഞ്ഞ കണക്ക് പബ്ലിക്കേഷനുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്, ഓതേഴ്സായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും കൊറോണയ്ക്ക് മുന്നുള്ള ഞാനും കൊറോണയ്ക്ക് ശേഷമുള്ള ഞാനും പറയുമ്പോൾ ബുക്ക് മല്ലു എന്ന ഇൻസ്റ്റാഗ്രാം പേജ് കൊണ്ട് എനിക്ക് നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോയിട്ട് ഒരാളായിരുന്നു. ബുക്ക് വായിച്ചുകൊണ്ട് മാത്രം ഞാൻ ടീച്ചറായി, ബുക്ക് വായിച്ചുകൊണ്ട് മാത്രം ഇപ്പോൾ ഒരു ബുക്ക് കഫേ തുടങ്ങി. എല്ലാം ഈ ബുക്ക് മല്ലു എന്നൊരു പേജുമായിട്ട് കണക്റ്റഡാണ്. ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നതല്ല. എന്താവാൻ ആയിരുന്നു ആഗ്രഹം ബുക്ക് വായിക്കുന്നതിന് മുമ്പ്? അത് 1ാം ക്ലാസ്സിൽ സയൻറ്റിസ്റ്റ് ആവണമെന്നായിരുന്നു, 10ൊക്കെ എത്തിയപ്പോൾ സിവിൽ സർവീസ് ആവണമെന്നായിരുന്നു, പിന്നെ ഇടയ്ക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു, പിന്നെ +2 കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസ് ഉറപ്പിച്ചു. ഡിഗ്രിക്ക് പോയപ്പോൾ മനസ്സിലായി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ എങ്ങനെയെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നായിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പണിക്ക് പോവുക എന്നുള്ളതായിരുന്നു. എൻ്റെ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് കുറച്ചു. ഞാൻ കോളേജിൽ പഠിച്ചത് മുഴുവൻ എൻ്റെ സ്വന്തമായിട്ട് സൊമാറ്റോ ഓടി പെയിൻറ്റ് പണിക്ക് പോയിട്ടൊക്കെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആരും വന്ന് നമ്മുടെ ഇങ്ങനെ പറയില്ല നീ ആ ജോലിക്ക് പോകണം, നീ ഈ ജോലിക്ക് പോകണം എന്ന് പറയാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ തന്നെയാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് പഠിക്കണമെങ്കിൽ പഠിക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വെറുതെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പെയിൻറ്റ് പണിക്ക് മാത്രമേ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി വെറുതെ പെയിൻറ്റ് പണിക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ പെയിൻറ്റ് പണി നിർത്തിയിട്ട് DL-ED അതായത് ടീച്ചിങ് കോഴ്സ് പഠിക്കാൻ പോയി. പഠിച്ചു കഴിഞ്ഞ് അപ്പോൾ ടീച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടീച്ചറായല്ലോ, ക്വാളിഫിക്കേഷൻ കേട്ടിട്ടൊക്കെ പാസ്സാക്കി ഞാൻ ടീച്ചറായി. അപ്പോൾ ടീച്ചിങ് സീരിയസ് ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ബുക്ക് കഫേ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതവിടെ പോസ്റ്റ്പോൺ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് പ്ലാൻ. ഓരോ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, സ്ഥിരതയില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? ടെക്നിക്കലി വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ്റെ ഭാര്യ, അമ്മൂമ്മയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഡിഗ്രി നിർത്തിയപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. വീട്ടുകാർ പറഞ്ഞു ഒന്നുകിൽ നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് പഠിക്കാം, അല്ലെങ്കിൽ അവർ ചേർത്ത കോഴ്സിന് പഠിക്കാം. അവർ ചേർത്ത കോഴ്സിന് പഠിച്ചാൽ അവർ നമ്മളെ ബാക്കപ്പ് ചെയ്യും, ഫിനാൻഷ്യലി ബാക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇനി ഒരു പൈസ വീണ്ടും തരത്തില്ല പറഞ്ഞു. പിന്നെ അന്ന് 18 വയസ്സിൽ അഹങ്കാരമാണല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് മൊത്തത്തിൽ ഇറങ്ങി യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ വന്നിട്ട് അവിടെ നിന്നാണ് പഠിച്ചത് കുറച്ച് നാൾ. അപ്പം വീട്ടുകാരുടെ അങ്ങനെ വലിയ ഇമോഷണൽ കണക്ഷൻസ് ഒന്നുമില്ല ഇപ്പോഴും. ഇപ്പം നല്ല ബന്ധത്തിലാണ്. അത് ഒരു സമയത്തിൻ്റെ ആണല്ലോ. അന്ന് വീട്ടുകാരായിട്ട് ബന്ധമൊന്നുമില്ലെന്ന് വെച്ച് ഇറങ്ങി പോകുന്നു. ഇപ്പം 2 വീടുണ്ട്. ഒരു വീട്ടിൽ വീട്ടുകാരൊക്കെ എല്ലാവരും ഉണ്ട്, ഒരു വീട്ടിൽ ഞാനുണ്ട്. ഇപ്പം നല്ല ബന്ധത്തിലാണ്, കണ്ടാൽ വീണ്ടും ചിരിക്കും, ഫുഡൊക്കെ കഴിക്കും, സെറ്റാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്യാൻ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആരുമില്ലായിരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനെ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ എന്താ പഠിച്ചതെന്ന് അറിയുന്നുണ്ടാവില്ല, ഞാൻ ടീച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെന്ന് അറിയുന്നുണ്ടാവില്ല, എനിക്കിങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് അറിയുന്നുണ്ടാവില്ല. എനിക്ക് തോന്നുന്നില്ല അവരാരും എന്നെ അങ്ങനെ ആരും ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ട്. എനിക്ക് ഫ്രണ്ട്സ് സൈഡിൽ നിന്ന് എല്ലാവരും സപ്പോർട്ടായിരുന്നു. അവരുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഫ്രണ്ട്സ് സപ്പോർട്ടായിരുന്നു, പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ ടീച്ചേഴ്സ് സപ്പോർട്ടായിരുന്നു. അങ്ങനെ അതാണ്, ഫ്രണ്ട്സാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഈ തേപ്പ് കഴിഞ്ഞൊരു ഡിപ്രഷൻ പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ വായിക്കുന്ന സമയം, അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? ആ ഒരു മൈൻഡ് സെറ്റ് മാറിയതൊക്കെ? മൈൻഡ് സെറ്റ് മാറാൻ ഈ പറഞ്ഞ ഒരു 2018 ഒരു പകുതിക്ക് ശേഷമാണെന്ന് തോന്നുന്നു കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ആവാൻ 2021 വരെ എടുത്തു. അതായത് ഒരു ലോങ് ടേം എടുത്തു. ആ ലോങ് ടൈം കൊണ്ട് ഈ പറഞ്ഞ വേറൊരാളുടെ ജീവിതത്തിലേക്ക് വരുന്നു, നമ്മൾ ഈ കോളേജ് മാറുന്നു, സബ്ജക്റ്റ് മാറുന്നു, പിന്നെ ആ കുട്ടീനെ പിന്നെ ജീവിതത്തിൽ കാണുന്നേ ഇല്ല. സോ ഗ്രാജുവലി അങ്ങനെ അങ്ങ് പോയി. അതിനെ ഹെൽപ്പ് ചെയ്തത് പുസ്തകങ്ങളാണ്. കാര്യം കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടെ എന്നെ സംബന്ധിച്ചോളം ഞാൻ നാട്ടിൻപുറത്തുനിന്ന് വളർന്നു വന്ന ആളാണ്. ചിന്താഗതിക്ക് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതിൽ നിന്നൊന്ന് പുറത്ത് കിടക്കാൻ പുസ്തകങ്ങൾ ഭയങ്കരമായിട്ട് സഹായിച്ചു, ഒരു ബോധം ഉണ്ടാവാൻ. ഇപ്പോഴായിരുന്നെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്തേനെ അന്നത്തെ സിറ്റുവേഷൻ? അന്നത്തെ സിറ്റുവേഷൻ ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാര്യം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു സാധനമുണ്ട്, കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ട്. സോ ഇപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇതിലൊരു പോസിറ്റീവായിട്ട് എടുക്കുക. ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഡിപ്രഷനിലേക്കൊന്നും പോയില്ല. അന്ന് പ്രായത്തിൻ്റെയാണ്. ഇപ്പോൾ എങ്ങനെ നിലവിൽ പുതിയ പ്രേമമൊക്കെ സെറ്റായ? ഇപ്പോൾ പ്രേമിക്കുന്ന പരിപാടി അതോടുകൂടി മതിയാക്കി. പക്ഷെ എന്നാൽ ഇപ്പോൾ ഏറ്റവും നമ്മുടെ ജീവിതത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്താണ് ഞാൻ ഈ പറയുന്ന പെയിൻറ്റ് പണിക്ക് പോയപ്പോൾ ആ സുഹൃത്താണ് എന്നെ പൈസയൊക്കെ തന്ന് നീ പെയിൻറ്റ് പണിക്ക് പോകണ്ട, ഇനി ടീച്ചിങ് കോഴ്സ് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയാണ് എന്നെ ടീച്ചിങ് കോഴ്സിലോട്ട് ചേർക്കുന്നത്.
ഇപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ ഫിനാൻഷ്യലി ബാക്കപ്പ് ചെയ്യുന്നതായാലും മുന്നോട്ട് കൊണ്ടുപോകുന്നതായാലും എല്ലാം ആ ഒരു കുട്ടിയുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് കള്ളം കഴിക്കോ പ്രേമമാണോ അങ്ങനെയല്ല, ആ ഒരു പേഴ്സൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുള്ളതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇടയ്ക്ക് ഈ ബുക്ക് മൈലൊക്കെ ഞാൻ കുറേ ഡീആക്ടിവേറ്റ് ചെയ്ത് കുറേ നാളൊന്നും കണ്ടന്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഈ പേഴ്സണാണ് വന്നിട്ട് ഓക്കെ നീ ചെയ്യൂ, വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളെപ്പോഴും പുഷ് ചെയ്യാവുന്ന ഒരാളുണ്ടത് ഈ പേഴ്സണാണ്. സോ അങ്ങനെയാണ്. ഈ ബുക്ക് മല്ലു തുടങ്ങിയിട്ട് എത്ര നാൾ കഴിഞ്ഞാണ് അണ്ടർ ദ മാംഗോസ്റ്റീൻ? അണ്ടർ ദ മാംഗോസ്റ്റീൻ വളരെ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയതാണ്. ബുക്ക് മെയിൽ തുടങ്ങി ഒരു 6 വർഷം കഴിഞ്ഞിട്ട് ആണ് അണ്ടർ ദ മാംഗോസ്റ്റീനിലേക്ക് എത്തുന്നത്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ്, ഒരു 5 ഫ്രണ്ട്സ് ചേർന്ന് തുടങ്ങിയൊരു സാധനമാണ്. അതൊരു ബുക്ക് കഫേ ആണ്. കേരളത്തിൽ ഇതുവരെ അങ്ങനത്തെ ഒരു ബുക്ക് കഫേ നിലവിലില്ല. ബുക്ക് കഫേ ആണ്. ബുക്സ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്, പ്രോഗ്രാം ഹാളുണ്ട്. ഒരു ചായ കുടിച്ചുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ബുക്ക് വായിക്കാം. ആ ഒരു പ്രോഗ്രാം എല്ലാം ചെയ്തുകൊണ്ട് ബുക്ക് വായിക്കാം. ആ ഒരു കൺസെപ്റ്റിൽ നിലവിൽ കേരളത്തിൽ ഇത്രയും നല്ലൊരു സ്റ്റോർ ഇല്ല. എവിടെയാണ് സ്ഥലം? കഴക്കൂട്ട യൂണിവേഴ്സിറ്റിയുടെ ബാക്കിൽ. അണ്ടർ ദ മാംഗോസ്റ്റീനിൽ ഒരു റെഗുലർ ഗ്രൂപ്പ് ആയോ അവിടെ? റെഗുലർ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. കുറച്ച് കാര്യവട്ടം ക്യാമ്പസിൻ്റെ അടുത്താണ്. അപ്പോൾ ക്യാമ്പസിൽ നിന്ന് ഒരുപാട് കുട്ടികൾ, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് CTയുടെ അവിടെ നിന്ന് കുറച്ച് കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ചധികം ടെക്കീസ് ഉണ്ട്. ടെക്നോ പാർക്കിൻ്റെ ബാക്ക് സൈഡ് ഫേസ് 3 നിന്ന് കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ അടുത്ത് കുറച്ച് ഫ്ലാറ്റുകളുണ്ട്. അവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. സോ പയ്യെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്നു. അതിലും ഈ ബുക്ക് മല്ലുവിലും ആ ഒരു ഓവർലാപ്പ് ഉണ്ടോ? ഓവർലാപ്പൊന്നുമില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുക്ക് മല്ലുവിനേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ബുക്ക് മല്ലു ഞാൻ എനിക്ക് തോന്നുമ്പം ആക്റ്റീവ് ആക്കുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ആ ഒരു സെറ്റപ്പാണ്. ബുക്ക് മല്ലു എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സൈഡാണ്. അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനെ ഞാൻ സീരിയസ് ആയിട്ട് ഇപ്പോഴും എടുത്തിട്ടൊന്നുമില്ല. ബുക്ക് ഷോപ്പ് എന്ന് നോക്കി നമ്മുടെ ഒരു സീരിയസ് സാധനമാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ബുക്ക് ഷോപ്പിനാണ്. പിന്നെ ഈ ബുക്ക് മല്ലിൻ്റെ വീഡിയോസ് അവിടെ വെച്ചെടുക്കാം. ഈ ബുക്ക് ഷോപ്പ് എന്ന് പറയുന്നത് തന്നെ ബുക്ക് മല്ലിന് ഒരു വലിയ കണ്ടൻറ്റാണ്. ഇഷ്ടംമാതിരി കണ്ടൻറ്റ് അവിടെ നിന്ന് തന്നെ കിട്ടും. ഒന്ന് നമ്മുടെ വലത്, നമ്മുടെ ഇടത്, ആ ഒരു സെറ്റപ്പിലാണ് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് ഈ പാർട്ട്ണർഷിപ്സ് ബിൽഡ് ചെയ്തത് വിത്ത് ഓതേഴ്സ് ആൻഡ് പബ്ലിഷിംഗ് ബുക്ക് ഹൗസസ് ഒക്കെ? ഒന്ന് ഈ ഓതേഴ്സിന് അവരുടെ ബുക്ക് പുതുതായിട്ട് വരുന്ന ഓതേഴ്സിനാണെങ്കിൽ അവരുടെ ബുക്ക് ഒരു കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കുക, അവർക്ക് അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് ഉണ്ടാവും. ഇപ്പോൾ ഒരു 10,000 പേരെങ്കിലും ഒരു ബുക്സിന് അപ്പോൾ തന്നെ അറിയുന്നു. അപ്പോൾ അത് ഓതേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഇനി പബ്ലിക്കേഷൻ സൈഡിൽ പോയി കഴിഞ്ഞാൽ അവരുടെ പബ്ലിക്കേഷൻ്റെ പുസ്തകങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കൂടുതൽ അത് സെല്ലാവും. ഇപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ബുക്ക് റിലേറ്റഡ് എഴുതുന്ന ഫോളോവേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർ ഈ ബുക്ക് കാണുമ്പോൾ ഓക്കെ ഇത് ആരുടെ ബുക്കാണ്, എന്ത് ബുക്കാണ്, ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ, അത് കൂടുതൽ ബൈ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു സാധനം എന്ന് പറയുന്നത്. അത് ഈ ബുക്ക് മല്ലുവിൻ്റെ അതിൽ കൂടെ വന്ന കണക്ഷൻസ് ആണോ ഇത്? 100% കാര്യം ഞാൻ സ്കൂളിലൊന്നും വായിക്കാത്ത ഒരാളാണ്. ബുക്ക് മെയിൽ തുടങ്ങിയതിന് ശേഷമാണ് എന്നെ ആർക്കെങ്കിലും അറിയാമെന്നുള്ളത്, എനിക്ക് ആരെങ്കിലും അറിയാമെന്നുള്ളത് ബുക്ക് മെയിൽ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാ സൗഹൃദങ്ങളും കണക്ഷനും എല്ലാം ബുക്ക് മെയിലും റിലേറ്റഡ് ചെയ്ത് തന്നെയാണ്. ഈ ഇടയ്ക്ക് ഒരു റീൽ ചെയ്തായിരുന്നല്ലോ പൈറേറ്റഡ് ബുക്സിൻ്റെ, അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത് ആസ് ബുക്ക് മല്ലു ആൻഡ് അണ്ടർ ദ മാംഗോസ്റ്റീൻ? ഈ പൈറേറ്റഡ് ബുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബുക്ക് ഷോപ്പാണ് നടത്തുന്നത്. നമുക്കറിയാം ഒരു ബുക്കിന് ഇത്ര വില ഉണ്ടാവും, അതിൻ്റെ ക്വാളിറ്റി അറിയാം. ഒരു എക്സാമ്പിൾ ഏതെങ്കിലും ഒരു റാൻഡം ബുക്ക്, ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദിയാണ് ഞാൻ പൈറേറ്റഡ് ബുക്കിൽ ചെയ്തത്. അതിൻ്റെ വില എന്ന് പറയുന്നത് 399 എന്തോ ആണ്, 350 എന്തോ ആണ്. ഇതിന് മീഷോയുടെ റേറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. ഓക്കെ, 399 രൂപയുള്ള ബുക്കിൻ്റെ മീഷോയുടെ റേറ്റ് 380 രൂപ. അപ്പോൾ കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ കൊള്ളാം. അപ്പോൾ അവർ നമ്മളെ കാണിക്കും, ആ മീഷോയിൽ ഇത്ര റേറ്റേ ഉള്ളൂ, നിങ്ങൾ എന്തിനാണ് ഇത്രയും പൈസയ്ക്ക് ബുക്ക് വെക്കുന്നത്? അപ്പം ശരിയാണല്ലോ, മീഷോയിൽ ഇത്ര റേറ്റേ ഉള്ളൂ, നമുക്കറിയാം പൈറേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ വാങ്ങി അവരെ ഷോപ്പിൽ വരുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. റാൻഡമായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തു. എനിക്ക് ആ വീഡിയോ വലിയ ക്വാളിറ്റി ഒന്നുമില്ല, വെറുതെ ഓൺ ദ സ്പോട്ട് പറയുന്നു, മുറിക്കുന്നു, എടുക്കുന്നു, കൊടുക്കുന്നു. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാരെ ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞു. ഇത് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്ത പ്രോബ്ലമാണ് ഈ പറ്റിക്കപ്പെടുക. ഇപ്പോൾ ഒറിജിനൽ ബുക്ക് 200 രൂപയാണെങ്കിൽ മറ്റേ ബുക്ക് 50 രൂപയുള്ളൂ. പകുതി പേജ് ഉണ്ടാവില്ല, പ്രിൻറ്റിങ് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും, ചില പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടുണ്ടാവും. ഈ ബുക്ക് കൊണ്ട് ആർക്കൊരു ഗുണമില്ല. ഇത് പ്രിൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ. ഓതേഴ്സിന് ഗുണമില്ല, പബ്ലിക്കേഷന് ഗുണമില്ല, വായനക്കാർക്ക് ഗുണമില്ല. സോ ആ ഒരു സെറ്റപ്പിൽ ഞാൻ എൻ്റെ ഒരു ഷോപ്പിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. പക്ഷേ അത് കുറേ ആൾക്കാർക്ക് ഈ പറഞ്ഞ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പബ്ലിക്കേഷൻസ് നന്നായി സപ്പോർട്ട് ചെയ്തു ആ വീഡിയോ. എല്ലാവരും ഷെയർ ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാ പബ്ലിക്കേഷനും ഷെയർ ചെയ്തു. നല്ല റെസ്പോൺസുള്ള വീഡിയോ ആയിരുന്നു. നമുക്ക് ഈ വില കുറച്ച് കിട്ടുന്ന ഐറ്റംസ് ബുക്സുകളെല്ലാം ഒരുവിധം പൈറേറ്റഡ് ആണ്. പക്ഷേ പല ആൾക്കാർക്കും അത് അറിയില്ല. ഒറിജിനൽ ബുക്കും പൈറേറ്റഡ് ബുക്കും തമ്മിൽ വ്യത്യാസം ആർക്കും അറിയില്ല. ശരിക്കും ആൾക്കാർക്ക് അറിയത്തില്ല തോന്നുന്നു ഈ പൈറേറ്റഡ് ബുക്സിൻ്റെ. നമ്മൾ ചിലപ്പം ആമസോണിൽ മേടിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നാറുണ്ട് അതിൻ്റെ പേപ്പർ ക്വാളിറ്റിയും
വ്യത്യാസമൊക്കെ അങ്ങനെ ആമസോണിൽ തന്നെ അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ടോ? ആമസോണിൽ പ്രശ്നം വളരെ കുറച്ചും കുറവാണ് ബാക്കി സൈറ്റുകളെ അപേക്ഷിച്ച്. മീഷോ ഫ്ലിപ്കാർട്ടിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആമസോണിൽ കുറച്ച് കുറവാണ്. കാര്യം നമുക്ക് ഓതേഴ്സിനും പബ്ലിക്കേഷനും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ കോപ്പി വിൽക്കുന്നുണ്ട്, പൈറേറ്റഡ് ആണെന്ന് വെച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ലിങ്ക് അപ്പോൾ തന്നെ കട്ട് ചെയ്യും. പക്ഷേ ഫ്ലിപ്കാർട്ടിൻ്റെ അകത്തുനിന്ന് മീഷോ ഒരു ഇത് റെസ്പോൺസ് ഇല്ല. നമ്മൾ മെയിൽ അയച്ചാൽ തന്നെ നമ്മൾ അറിയാലോ ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് നമ്മൾ മെയിൽ അയച്ചാൽ തന്നെ നോ റെസ്പോൺസ്. അത് ആക്റ്റീവ്ലി ചെയ്യുന്നതാണോ നിങ്ങളിങ്ങനെ മീഷോയിലൊക്കെ കാണുമ്പം? അതെ, കാര്യം നമ്മളെയും കൂടി അത് ബാധിക്കും. ഓതേഴ്സിനെ ബാധിക്കും, പബ്ലിക്കേഷനെ ബാധിക്കും, സെല്ലേഴ്സിനെയും ബാധിക്കും. കാര്യം ആലോചിച്ച് നോക്കുക, 200 രൂപയ്ക്ക് ഞാനൊരു സാധനം വിൽക്കുന്നു, 50 രൂപയ്ക്ക് നിങ്ങൾ വിൽക്കുന്നു. ആരുടെ അടുത്ത് നിന്ന് വാങ്ങും? നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ അതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ്ലി കാണുന്ന എല്ലാം ചെയ്യാറാണ്. അല്ലാണ്ടും ജനറലി ഓൺലൈൻ ഇപ്പോൾ ബുക്സിന് വില കുറവാണല്ലോ, ഈവൻ ദ ഒറിജിനൽ വൺ. അപ്പോൾ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യാറുണ്ടോ? അങ്ങനെ ഈ പൈറേറ്റഡ് ബുക്കിന് മാത്രമേ എഫക്റ്റ് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് വലിയ രീതിയിൽ വില ഇപ്പം ഒരു ബുക്കിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണല്ലോ കമ്മീഷൻ ഉണ്ടാവുക. അതിൽ താഴത്തെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമാണ്. അത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നഷ്ടമാണ്. നമുക്കറിയാം, നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു ബുക്കിന് ഇത്രയാണ് അതിൻ്റെ ശരിക്കുള്ള കോസ്റ്റ്. അവർ ഇത്ര രൂപയ്ക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ് എന്നുള്ളത്. ഒന്നുകിൽ അവർ നഷ്ടം സഹിച്ച് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പൈറേറ്റഡ് ആയിരിക്കും. പിന്നെ ചെയ്യുന്ന ഫണ്ട് സീരീസ് ആണ് മറ്റേ ഫൈൻഡ് ബുക്ക് അല്ലേ? അതുകൊണ്ട് എന്തായിരുന്നു ഉദ്ദേശം? അത് ഞാനെൻ്റെ ഫ്രണ്ടും കൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തോ പറഞ്ഞു പോയ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നമുക്കൊരു ബുക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ തുടങ്ങിയ ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ അത് ഒരു 2 സീസൺ കഴിഞ്ഞു. അത് പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു ബുക്ക് തിരുവനന്തപുരത്തിൻ്റെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാവും, തപ്പി പിടിച്ചെടുക്കാം. അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്? അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്. നമ്മൾ വിചാരിച്ചത് ആരും കാണില്ല, ആരും എടുക്കില്ല എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ വീഡിയോ ഇടുന്നത്. ആദ്യം നമ്മൾ കൊണ്ടുവച്ചു, വീഡിയോ ഇട്ടു, അരമണിക്കൂറിൽ ഒരാൾ വന്ന് എടുത്തു. രണ്ടാമത്തെ വീഡിയോ ഇത് പറഞ്ഞ അരമണിക്കൂറിൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ മനസ്സിലായി നമ്മുടെ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ട്, ഇത് റെസ്പോൺസ് ഉണ്ട്. സോ അങ്ങനെ നമുക്ക് ഹാപ്പിയാണ്. കാര്യം അതൊരു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഈ അണ്ടർ ദ മാംഗോസിനെ ആൾക്കാർ അറിയുന്നു, അവരെ സംബന്ധിച്ചുള്ള അവർ ബുക്ക് എടുക്കുന്നു ഫ്രീ ആയിട്ട്, വേറെ ഒന്നുമില്ല. ഒറിജിനൽ ബുക്ക്. കൊളാബ്സ് ഒക്കെ വരാറുണ്ടോ? കൊളാബ്സ് വരാറുണ്ട്. അതായത് പബ്ലിക്കേഷൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ ഇവൻറ്റ്സ് തിരുവനന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. പിന്നെ കൂടുതലും ബുക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ ആ ലിറ്ററേച്ചർ സാധനങ്ങളാണ് കൊളാബറേഷൻ എടുക്കുന്നത്. കാരണം ഞാൻ പോയി ഫുഡ് ബ്ലോഗ് ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ ഓഡിയൻസ് ഒരിക്കലും അങ്ങനത്തെ ആൾക്കാരല്ല. സോ എനിക്ക് എൻ്റെ ഓഡിയൻസിന് പറ്റുന്ന എല്ലാ കൊളാബറേഷനും എടുക്കാറുണ്ട്. അത്രയും നിങ്ങൾ അപ്പോൾ എഫേർട്ട് ഇടാറുണ്ടോ അങ്ങോട്ട് പോയി കൊളാബിന്? ഞാൻ അങ്ങോട്ട് പോയി ചെയ്യുന്നൊരു കാര്യം തിരുവനന്തപുരത്തിൻ്റെ ബുക്ക് സ്പോട്ടുകളെ കുറിച്ചൊരു ചെയ്യുന്നത്. അത് ആർക്കും ദോഷമില്ല. ഇപ്പം ലൈബ്രറികളെ കുറിച്ച് ചെയ്യുന്ന വീഡിയോ അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ലൈബ്രറി ഉണ്ടെന്ന് ആൾക്കാർ അറിഞ്ഞോട്ടെ. അതിൽ ഞാൻ അവരിൽ നിന്ന് പൈസ മേടിക്കാറോ ഒന്നും ചെയ്യാറില്ല. ചേട്ടാ ഞാൻ ഷൂട്ട് ചെയ്തിട്ടെന്ന് പറയുന്നു, ഞാൻ ഷൂട്ട് ചെയ്തു, ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. രണ്ടായാലും ഞാൻ ഒരു സ്പോട്ടിനെ, ബുക്ക് സ്പോട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ പൈസ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇനി വാങ്ങാനും തിരുവനന്തപുരം ജില്ലയിൽ വാങ്ങാനും താല്പര്യമില്ല. പബ്ലിഷേഴ്സ് അങ്ങനെയാണ് കൂടുതലും കൊളാബ്സും ഇൻകം ഒക്കെ ആ രീതിയിലാണ് വരുന്നത്. ചില ആൾക്കാർ പെയ്ഡായിട്ട് അങ്ങനെ ഇഷ്ടംമാതിരി ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ പെയ്ഡ് വളരെ കുറവാണ് പെയ്ഡ് ചെയ്യുന്നത്. കാര്യം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരിക്കൽ പെയ്ഡ് ചെയ്ത ആ ബുക്കിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് നമ്മളെ നന്നായി ബാധിക്കും. കാരണം നാളെ നമ്മളൊരു ബുക്ക് പറയുമ്പോൾ അവർ വാങ്ങില്ല. 2 എന്ന് പറയുന്നത് ഓൾറെഡി പെയ്ഡ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം ഞാനും കൂടി പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ പോലെ തന്നെ ആവും. അപ്പം ഞാൻ പെയ്ഡ് ചെയ്യുന്നില്ല, എൻ്റെ അഭിപ്രായം ജെന്യൂനായിട്ട് പറയുന്നു എന്നൊരു തോന്നലുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി നമ്മളിടുന്ന വീഡിയോയ്ക്ക് അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ കിട്ടും. അപ്പോൾ ആ ഒത്തൻറ്റിസിറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പെയ്ഡ് പ്രശ്നമെന്നല്ല, ഞാനും നൈസ്. ഇപ്പോൾ ചില ബുക്കുകൾ പെയ്ഡ് ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉണ്ടാവും, അങ്ങനെയുള്ളത് ചെയ്യും. ക്വാളിറ്റി ഇല്ലാത്ത പെയ്ഡായിട്ട് വരുന്ന വർക്കുകളൊന്നും ചെയ്യാറില്ല. സോ ആദ്യം ബുക്ക് വായിച്ച് നോക്കിയിട്ടാണോ എഗ്രി ചെയ്യുന്നത്? ഞാൻ പെയ്ഡ് എടുക്കാൻ വരുന്ന സാധനങ്ങളോട് ഞാൻ പറയും, എനിക്ക് ഒന്നാമത്തെ സമയമില്ല, ഈ ബുക്ക് എപ്പോഴാണ് ഞാൻ വായിച്ച് തീരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയും ഓക്കെ, പൈസ ഇപ്പോൾ ഒന്നും തരണ്ട, ഞാൻ ബുക്ക് വായിച്ച് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ റീലിട്ട് കഴിഞ്ഞിട്ട് ആ റീലിൻ്റെ റീച്ച് നോക്കിയിട്ട് പൈസ തന്നാൽ മതി. ഞാൻ അങ്ങനെയാണ് പൈസ. ബുക്ക് പോസ്റ്റ് ചെയ്ത് നമുക്ക് റെസ്പോൺസ് അറിയാമല്ലോ. എൻ്റെ റീൽസ് കണ്ടിട്ട് ആ ബുക്ക് ഒരു 10 പേരെങ്കിലും വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാരിൽ നിന്ന് മാത്രമേ ഞാൻ പൈസ വാങ്ങാറുള്ളൂ. അല്ലാണ്ട് ഇതുവരെ ആരും പൈസ വാങ്ങിയിട്ടില്ല. ഓഡിയൻസിനെ പറ്റിക്കണ്ട എന്നൊരു തോന്നലാണ് ഉള്ളത്. ചിലപ്പോൾ മാറുമായിരിക്കും കുറേ കഴിയുമ്പോൾ. ഇപ്പോൾ പൈസ വാങ്ങണ്ട, പറ്റിക്കണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യത്തിനപ്പം സസ്റ്റെയിൻ ചെയ്യാനുള്ള ഇൻകം ബുക്ക് ഷോപ്പുണ്ട്, പിന്നെ അല്ലാണ്ട് പാർട്ട് ടൈം ജോബ് വേറെ ഉണ്ട്, പിന്നെ ഓൺലൈൻ ബുക്ക് സെല്ലിംഗ് ഉണ്ട്, ട്യൂഷനുണ്ട്. ഞാൻ ഓൾറെഡി പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നു. അതിൽ നിന്ന് പൈസ വന്നാൽ ഹാപ്പി, വന്നില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്നുള്ളതാണ്. സോ അത് നല്ലൊരു ഇതിപ്പുറത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടല്ലോ. ഈ ഓഡിയൻസിനെ, ബുക്ക് മല്ലൂൻ്റെ ഓഡിയൻസിനെ
ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഏത് ഏജ് ഗ്രൂപ്പാണ് കൂടുതലും 18 വയസ്സ് മുതൽ 26 വയസ്സുള്ള പെൺകുട്ടികൾ 72%. 18 to 26 ഇയേഴ്സ് ഗേൾസ് ആണല്ലേ? അപ്പൊ വായനക്കാർ ആ ഏജ് ഗ്രൂപ്പിലാണോ കൂടുതൽ ഇപ്പം? എനിക്കും തോന്നിയിട്ടുണ്ട് ബുക്ക് വായിക്കുന്നതിൽ കൂടുതൽ ഒരു ഗേൾസ് തന്നെയാണ് കൂടുതൽ, അതും ഒന്നുകിൽ ഈ ഏജ് ഗ്രൂപ്പിലുള്ളത് അല്ലെങ്കിൽ ഒരു 35+ ഉള്ളത്. കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം സ്കൂളിലെ കുട്ടികൾ പുസ്തകം വായിക്കാറില്ല. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ ബാലരമ കാണാത്തയും വായിക്കാത്ത കുട്ടികൾ വളരെ കുറവായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളിൽ പുസ്തകം വായിക്കുന്നതിന് 100-150 പേരെടുത്താൽ 2 പേരായിരിക്കും ഒരു പുസ്തകം വായിക്കുന്ന ആൾക്കാർ. സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം അങ്ങനെയാണ്. അപ്പോൾ കുട്ടികൾ വായിക്കുന്നത് കുറവാണ്, കാര്യം അവർക്ക് സോഷ്യൽ മീഡിയ, ഫോൺ, ഫ്രീ ഫയർ, അങ്ങനെ ഗെയിംസ് അങ്ങനെയൊക്കെയാണ്. റീഡ്സ് വായിക്കുന്നവർ കുറവാണ്, വളരെ കുറവാണ്. ബുക്ക് മല്ലുവിൻ്റെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹം? ഫ്യൂച്ചർ ബുക്ക് സ്പോട്ട് ട്രിവാൻഡ്രം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് എല്ലാ ജില്ലകളിലും ചെയ്യണമെന്നുണ്ട്. എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട ബുക്ക് സ്പോട്ട്, ലൈബ്രറികളൊക്കെ കവർ ചെയ്യണമെന്നുണ്ട്. അതൊരു വലിയ സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ സമയം കിട്ടുന്നില്ല. അതാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത്. സപ്പോർട്ട് വേണം തോന്നുന്നു അല്ലേ? ബിക്കോസ് ട്രാവൽ ഇൻവോൾവ് ആണ്. പിന്നെ നമുക്ക് ചില സ്പോട്ടുകൾ നമുക്ക് അറിയണമെന്നില്ല, അത് നമുക്ക് അവിടുത്തെ ലോക്കൽ ആൾക്കാരെ നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു സീരീസ് എനിക്ക് എല്ലാ ജില്ലകളിലും കേരളം മൊത്തം സ്പ്രെഡ് ചെയ്ത് പോകണമെന്നുണ്ട്. അതാണ് ഞാൻ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നൊരു കാര്യം, ബുക്ക് സ്പോട്ടുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ജോൺറ ഉണ്ടോ ഫേവറേറ്റ് ആയിട്ടുള്ള, അതോ എല്ലാം വായിക്കുന്നത്? എല്ലാം വായിക്കില്ല, എനിക്ക് ഓർമ്മക്കുറിപ്പുകൾ ആണ് ഏറ്റവും അത് മലയാളികളുടെ പൊതുബോധം ഒളിഞ്ഞു നോക്കുക, ഒരാളുടെ ജീവിതം ഒളിഞ്ഞു നോക്കുക, അങ്ങനെ ഓർമ്മക്കുറിപ്പുകളോട് ഭയങ്കര താല്പര്യമാണ്. കൂടുതൽ വായിക്കുന്നത് അങ്ങനത്തെ പുസ്തകങ്ങളാണ്. ഇപ്പോൾ ഒരു ബുക്ക് വായിക്കണം എന്ന് വിചാരിച്ചാൽ? ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുന്നത് ചിലപ്പോൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏകം തൊന്നും സർവ്വം എന്ന് പറഞ്ഞിട്ട്. അധികം എനിക്ക് വായിക്കാൻ ഇഷ്ടമെന്ന് പറയുന്നത് ഫേമസ് അല്ലാത്ത, അധികം ആരും വായിച്ചിട്ടില്ലാത്ത, എന്നാൽ ആൾക്കാർ വായിച്ചിരുന്നെങ്കിൽ എനിക്ക് കൊള്ളാനും തോന്നുന്നു കുറേ എഴുത്തുകാരും പുസ്തകങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു പുസ്തകമാണ് ഏകം തൊന്നും സർവ്വം. അതാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അത് വായിക്കും. എവിടെ നിന്നാണ് ഇങ്ങനത്തെ ബുക്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ബുക്ക് മേൽ ഒന്ന് പേജ് ഉള്ളത് കൊണ്ടും എൻ്റെ സുഹൃത്തുക്കളെല്ലാം ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടും വാമൊഴിയായിട്ട് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഈ ബുക്ക് ഞാൻ വായിച്ചു, കൊള്ളാം, നീ ഒന്ന് വായിച്ചു നോക്ക് എന്ന നിലയിൽ വരുന്ന പുസ്തകങ്ങളാണ് എപ്പോഴും ഞാൻ വായിച്ചില്ലെങ്കിൽ റിഗ്രറ്റ് ഇല്ലാത്ത പുസ്തകങ്ങൾ അങ്ങനെ കിട്ടുന്ന പുസ്തകങ്ങളാണ്. ഞാൻ വായിച്ചോടാ, നീ വായിച്ചു നോക്ക് എന്ന് പറയുന്ന പുസ്തകങ്ങളാണ്. ഇതും അങ്ങനെ കിട്ടിയൊരു പുസ്തകമാണ്. ഈ സോഷ്യൽ മീഡിയയും ഈ ബുക്കുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബുദ്ധിമുട്ടാണ്. എനിക്കൊന്ന് ഫിലിം റിവ്യൂ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ സിനിമ കാണുന്നു അപ്പം തന്നെ ചെയ്യുന്നു. ഈ ബുക്ക് വായിക്കുമ്പോൾ ആദ്യം 400 പേജുള്ള ബുക്ക് വായിച്ച് തീർക്കാൻ തന്നെ ഒരു മാസം. ഈ 400 പേജിനെ 90 സെക്കൻഡിലേക്ക് മാറ്റാൻ വീണ്ടും സമയമെടുക്കും. ഈ 90 സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര സമയമാണ്. കാര്യം നമ്മളെപ്പോഴും ഒരു ബുക്കിനെ കുറിച്ച് 1.5 മിനിറ്റിൽ സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് ചുരുക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആ പുസ്തകം ഒരാൾ വായിക്കണം, വാങ്ങണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഭയങ്കര ടഫാണ്. ഈ 400 പേജിനെ 90 സെക്കൻഡിലേക്ക് മാറ്റുക എന്നുള്ളത്. അതിന് ഒരുപാട് ടൈം എടുക്കും. എനിക്കൊന്ന് കണ്ടിന്യൂസ്ലി എൻ്റെ വീഡിയോ വരാതിരിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് പ്രശ്നം. കാരണം നമുക്കൊരു ബുക്ക് റീൽ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. സാധാരണ റീൽസിനേക്കാൾ കഷ്ടപ്പാടുണ്ട്. എന്നാൽ നന്നായി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ദിവസവും 4-5 ബുക്കിൻ്റെ റീൽ വായിച്ചിട്ടാണോ വായിക്കാതെന്ന് അറിയില്ല, 4-5 റീൽസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കും കില്ലാടികൾ തന്നെ ആ ഒരു സെറ്റപ്പ്. ആ ഒരു പ്രോസസ്സ് ഭയങ്കര വലുതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ഒരു പേജ് മാത്രം വായിച്ചിട്ട് ബുക്കിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് മാത്രം വായിച്ച് റീൽസ് ചെയ്യുന്ന ആളല്ല, പുസ്തകം വായിച്ച് റീൽസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൽ ഒരു ടൈമിൻ്റെ എടുക്കും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രശ്നം. ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം അതാണ്. ബുക്ക് മല്ലുവിന് ഏതെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടോ? യെസ്, ഞാൻ ബുക്ക് മല്ലു പേജ് ട്രോൾസൊക്കെ ചെയ്യുന്നത് ട്രോൾ ലൈബ്രറി എന്ന് പറയുന്ന വേറൊരു പേജുണ്ട്. പുള്ളിയുടെ ട്രോൾസ് കണ്ടിട്ടാണ് ഞാൻ പുള്ളിയെന്ന് ഇൻസ്പയർഡായി അടിച്ചു മാറ്റിയൊക്കെയാണ് ഞാൻ ട്രോൾസ് തുടങ്ങിയത്. സോ എനിക്ക് ട്രോൾ ലൈബ്രറി എന്ന പേജ് ഭയങ്കര ഇൻസ്പയർഡാണ്. വേറെ ഒന്നുമില്ല, ട്രോൾ ലൈബ്രറി എന്നൊരു പേജ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു ബുക്ക് കിട്ടി, വായിച്ച് എന്നെ കൊണ്ട് അതൊരു കണ്ടന്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം വന്ന് എന്ത് ചെയ്യും? അത് ഒരുപാട് ബുക്കുകൾ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ എത്ര പറഞ്ഞാൽ നമ്മൾ വായിച്ചൊരു ഫീൽ ചിലപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. അത് എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാര്യം ചില പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു അടിപൊളി, നമുക്കിത് എങ്ങനെയെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ആ ഫീലിലായിപ്പോയി, ആ ബുക്കിൻ്റെ ഫീലിലായിപ്പോയി. അങ്ങനത്തെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് പറയാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ആ ഫീൽ അങ്ങ് പോകും. അല്ല, നമ്മൾ ചില സിനിമകൾ കണ്ടിട്ട് അപ്പം നമ്മൾ റിവ്യൂ പറഞ്ഞാൽ അടിപൊളിയായിരിക്കും, കുറേ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളതിനെ മറന്നു പോവുക, നമ്മൾ ആ ഫീലിൽ നിന്ന് ഔട്ടായി പോകും. അങ്ങനെയുണ്ട്. അതെന്ത് ചെയ്യണമെന്ന് ഞാൻ ഇനി കണ്ടുപിടിക്കണം. എനിക്കും അത് വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ചില ബുക്കുകൾ വായിച്ചു അടിപൊളി, പക്ഷെ റീൽസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ 400 പേജിനെ 90 സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് യൂട്യൂബിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 400 പേജിൽ എനിക്ക് 1 മണിക്കൂർ ഇരുന്ന്
കത്തി വെക്കാനുള്ള അതാണ് എനിക്ക് യൂട്യൂബ്. പക്ഷേ യൂട്യൂബ് എനിക്ക് അങ്ങോട്ട് വർക്കാവുന്നില്ല. അതായത് ഇപ്പോൾ 1.5 സെക്കൻഡിൽ പറയാൻ ഞാൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഷൂട്ട് ചെയ്യുമായിരിക്കും. ഈ 10 മിനിറ്റ് ഷൂട്ട് ചെയ്യുന്നതാണ് ഞാൻ 1.5 മിനിറ്റോട് മാറ്റുന്നത്. അപ്പോൾ 1 മണിക്കൂർ യൂട്യൂബിൽ പറയാൻ വേണ്ടി ഞാൻ എത്ര സമയം സ്പെൻഡ് ചെയ്യണം എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ കുറേ നേരം ക്യാമറ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇൻട്രോവേർട്ട് ഉണരും. പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല, ഓ ഇത് ശരിയല്ല, ഇത് വേണ്ട, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ആരുടെയും വീഡിയോ കാണുന്നില്ല. അപ്പം ഞാൻ എന്ത് ചവറിട്ടാലും എനിക്ക് നീ അടിപൊളിയാടാന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഒരുപാട് കോണ്ടൻറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്, ആ ഒരു പെർഫെക്ഷനിലേക്ക് വന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്, അത് വലിയ പ്രശ്നമാണ് പലപ്പോഴും. ഇമ്പോസ്റ്റർ സിൻഡ്രോം. പിന്നെ ഇപ്പം നിലവിൽ ഇപ്പോൾ എല്ലാ കുട്ടികളായിരുന്നാലും ഒരുവിധ ആൾക്കാർ ഫുള്ളും ഫോണിലാണ്. അപ്പം അങ്ങനെ വായ്പും ബുക്ക് വായന അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെയുള്ളവരോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലാന്നേ. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞു പിള്ളേരില്ലേ, മക്കളെ ബുക്ക് വായിക്കാൻ പറഞ്ഞാൽ നീ ഏതാ, ആ ഒരു സെറ്റപ്പാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിലൊരു 20 ക്യാരക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു പുസ്തകം വായിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 20 മനുഷ്യരുടെ ജീവിതം അറിയും. ഒരു പുസ്തകം വായിച്ച് കംപ്ലീറ്റ് ചെയ്താൽ 20 മനുഷ്യരുടെ ജീവിതം അറിയും. ഒരു ഫോണിൽ റീൽ കണ്ടാൽ ആ റീൽ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്ന റീൽസും ഉണ്ട്, ഒന്നും കിട്ടാനില്ല അതിൽ നിന്ന്. അപ്പോൾ പുസ്തകം എത്രത്തോളം വായിക്കുമോ നമ്മൾ അത്രത്തോളം മനുഷ്യരെ പരിചയപ്പെടുകയും നമ്മുടെ നിലവാരം. ഞാൻ തന്നെ അങ്ങനത്തെ ഒരാളാണ്. ഒരു 5 വർഷം 6 വർഷം മുന്നേ നിങ്ങളോട് സംസാരിച്ചാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുന്നത്, മറുപടി തരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് എല്ലാം പുസ്തകങ്ങളാണ്. അപ്പോൾ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് സ്വയം നവീകരിക്കപ്പെടാൻ പറ്റും, മെച്ചപ്പെടാൻ പറ്റും. വായിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നെ, വായിച്ചാൽ നിങ്ങൾ വേറൊരാളായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇനി ബുക്ക് വായിക്കുന്ന ആൾക്കാരിലേക്ക് ഒരു ഇൻസ്പയർഡ് ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? വായിക്കുന്ന ആൾക്കാരോട് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കാര്യം ഓൾറെഡി ഒരു വായിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, അധികം ഫേമസ് ആവാത്ത ഒരുപാട് നല്ല എഴുത്തുകാർ നമുക്ക് ചുറ്റുമുണ്ട്, അറിയപ്പെടാതെ പോകുന്ന ബുക്കുകളും എഴുത്തുകളും ഉണ്ട്. അത് വായിക്കാൻ ശ്രമിക്കുക, പൈറേറ്റഡ് ബുക്ക് വാങ്ങാണ്ടിരിക്കുക. സോ അത് ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു സോ മച്ച് ഇന്ന് വന്നതിൽ, ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിൽ. എന്നെ വിളിച്ചില്ലെങ്കിൽ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നെ വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന ഒരാളാണ്, വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയുന്നത്. അപ്പോൾ എന്നെയൊക്കെ ഒരാൾ കണ്ടെത്തി ഇങ്ങനെ വിളിക്കാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ നന്ദി പറയേണ്ടത്. താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു എപ്പിസോഡായി വീണ്ടും കാണാം. ബൈ.